Hi, welcome to Lash Class. BA English Introduction to the World of Literature ട്വിറ്റർ ഫിക്ഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ദ ഗാർഡിയൻ പുറത്തിറക്കിയ മൈക്രോ ഫിക്ഷൻ സമാഹാരത്തിൽ നിന്നുള്ള 4 സ്റ്റോറീസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഈ സ്റ്റോറീസിൻ്റെ സവിശേഷത സോഷ്യൽ മീഡിയ ട്വിറ്ററിലെ ക്യാരക്ടർ ലിമിറ്റായ 140 അക്ഷരങ്ങൾക്കുള്ളിലാണ് ഈ കഥകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മളിവിടെ ഈ സ്റ്റോറീസിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റീവ് സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറീസിൻ്റെ സമ്മറി നോക്കാം. ആദ്യം വരുന്ന സ്റ്റോറി ബ്രിട്ടീഷ് റൈറ്റർ ഡേവിഡ് ലോഡ്ജിൻ്റേതാണ്. യുവർ മണി ഓർ യുവർ ലൈഫ്. ഒന്നുകിൽ നിങ്ങളുടെ പണം തരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. ഒരു ഭീഷണിയാണ് നമ്മളിവിടെ കാണുന്നത്. I am sorry, my dear, but you know it would kill me to lose my money, said the partially deaf miser to his wife. അപ്പോൾ ഭീഷണി കേൾക്കുന്ന പാർഷ്യലി ഡെഫ്, കേൾവിക്കുറവുള്ള ഒരു പിശുക്കനായിട്ടുള്ള വ്യക്തി ആളുടെ വൈഫിനോട് പറയുകയാണ്, ഐ ആം സോറി, എനിക്ക് പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, പണമില്ലെങ്കിൽ ഞാൻ മരിക്കുന്ന തുല്യമാണെന്ന് എനിക്ക് അറിയാലോ, അതുകൊണ്ട് ഞാൻ സോറി എന്ന് ഈ കേൾവിക്കുറവുള്ള പിശുക്കൻ ആളുടെ വൈഫിനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കേൾവിക്കുറവുള്ള വ്യക്തി ലൈഫ് എന്നതിന് പകരം വൈഫ് എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊള്ളയടിക്കാൻ വന്നിട്ടുള്ള ആളുകൾ ഒന്നുകിൽ പണം തരിക അല്ലെങ്കിൽ വൈഫിന് തരിക എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ വൈഫിൻ്റെ അടുത്ത് സോറി പറയുന്നത്. വൈഫിനെ കൊള്ളക്കാർ കൊണ്ടായാലും കുഴപ്പമില്ല, പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പിശുക്കൻ്റെ സ്വഭാവമാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഇൻ്റർപ്രിറ്റേഷൻ. The narrative blends humor and irony to critique human greed and materialism. ഈ നെറേറ്റീവിൽ നമ്മൾ കാണുന്നത് ഹ്യൂമറും ഐറണിയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ഗ്രീഡ് അല്ലെങ്കിൽ ആർത്തി, അതുപോലെ മെറ്റീരിയലിസം, ഈ സ്വത്തിനോടുള്ള മനുഷ്യരുടെ ഒരു അഭിനിവേശത്തെയും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. The miser's partial deafness humorously skews his understanding of the threat as he mistakes life for wife. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ കേൾവിക്കുറവ് കാരണം ഈ ഭീഷണി ഇയാൾ തെറ്റിദ്ധരിക്കുകയാണ്. ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൈഫ് എന്നാണ് ഇയാൾ കേൾക്കുന്നത്. ഇറ്റ് ലീഡ്സ് ഹിം ടു ദി ഐറണി ഓഫ് പ്രയോറിറ്റൈസിങ് മണി ഓവർ ഹിസ് ലൈഫ്. അത് കാരണം കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഐറണി ഇയാളുടെ സ്വന്തം ജീവന് പകരം അവിടെ പണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ പണം കൊണ്ട് ആൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഐറണി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഹ്യൂമറും ഐറണിയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ആർത്തി എന്നുള്ളൊരു കൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അടുത്തത് സ്കോട്ടിഷ് റൈറ്റർ ഇയാൻ റാങ്കിൻ്റെ സ്റ്റോറിയാണ്. ഇദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ക്രൈം സ്റ്റോറി റൈറ്ററാണ്. അത്തരത്തിലുള്ളൊരു സ്റ്റോറി തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഐ ഓപ്പൺ ദ ഡോർ ടു അവർ ഫ്ലാറ്റ് ആൻഡ് യു വർ സ്റ്റാൻഡിങ് ദർ, ക്ലീവർ റൈസ്ഡ്. നരേറ്റർ പറയുന്നത്, ഞാൻ വാതിൽ തുറന്ന് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ക്ലീവർ പിടിച്ചുകൊണ്ട്. ക്ലീവർ എന്ന് പറയുന്നത് ഇറച്ചി വെട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കത്തിയാണ്. അത് പിടിച്ചുകൊണ്ട് നീ അവിടെ നിൽക്കുന്നു. സംഹൗ യു ഹാഡ് ഫൗണ്ട് ഔട്ട് അബൌട്ട് ദ ഫോട്ടോസ്. ആ ഫോട്ടോസ് നീ എങ്ങനെയോ കണ്ടെത്തി എന്നുള്ള കാര്യമാണ് അയാൾക്ക് അവിടെ മനസ്സിലാവുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഇയാളുടെ വൈഫിൻ്റെ അടുത്തേക്കായിരിക്കും ഇയാൾ ചെന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇയാൾക്ക് വേറെ ഏതോ അവിഹിത ബന്ധം മറ്റോ ഉള്ളതിൻ്റെ തെളിവായിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇപ്പോൾ വൈഫിന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ പേരിലൊരു കൺഫ്രണ്ടേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. ഇദ്ദേഹം പറയുന്നു, എൻ്റെ താടി നിലത്ത് മുട്ടി. മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊരു ഇഡിയം അല്ലെങ്കിൽ ഒരു ഭാഷാ പ്രയോഗമാണ്. നമുക്ക് വലിയ രീതിയിലുള്ളൊരു അത്ഭുതം ഉണ്ടാവുക, നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് വാവ് വിളിച്ച് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ജോ ഹിറ്റ് ദ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പൺ എന്ന് പറയുന്നത്, ഒന്ന്, ഈ വൈഫ് കത്തി പിടിച്ച് നിൽക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഇയാൾക്കൊരു അത്ഭുതം എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് വൈഫ് ഇയാളെ വെട്ടിയപ്പോൾ ഇയാളുടെ തല നിലത്ത് വീണിട്ട് ഇയാളുടെ താടി നിലത്ത് മുട്ടി എന്നുള്ള അർത്ഥവും നമുക്ക് അവിടെ ലഭിക്കും. അത്തരത്തിൽ 2 അർത്ഥം വരുന്ന പ്രയോഗമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇൻ്റർപ്രിറ്റേഷൻ. The narrative masterfully uses brevity and pun to convey tension and thrill. ഈ ഒരു നരേറ്റീവിൽ നമ്മൾ കാണുന്നത് ബ്രെവിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഷോർട്ട് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വാചകത്തിന് 2 അർത്ഥങ്ങൾ വരുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെൻഷനും ത്രില്ലും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. The cleaver and the photos imply a confrontation after discovering infidelity.
ആ ഒരു ക്ലീവർ കത്തി പിടിച്ചു നിൽക്കുന്നതും ഫോട്ടോസിനെ കുറിച്ച് പറയുന്നതും ഇൻഫിഡിലിറ്റി അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം കണ്ടെത്തിയതിനു ശേഷമുള്ള ഒരു സംഭവമാണ് നടക്കുന്നത് എന്നുള്ള സൂചന നമുക്ക് നൽകുന്നു. ദ ഫ്രേസ് മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ ജക്സ്റ്റാപോസസ് ഹ്യൂമർ ആൻഡ് ഹൊറർ സജസ്റ്റിംഗ് ബോത്ത് ഇസ് ഓ ആൻഡ് ഡീകാപ്പിറ്റേഷൻ. ഇനി മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്നതിലാണ് പൺ വരുന്നത്. രണ്ട് അർത്ഥങ്ങൾ വരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഹ്യൂമറും വരുന്നുണ്ട്, ഹൊററും വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നു, നമ്മൾ അത്ഭുതം കൊണ്ട് വാ പൊളിച്ച് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ഇങ്ങനെ താഴ് നിലത്ത് മുട്ടി എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ കത്തി കൊണ്ട് വെട്ടിയപ്പോൾ അയാളുടെ തല നിലത്ത് വീണു എന്നുള്ള അർത്ഥവും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു ത്രില്ലറാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അടുത്തത് ബ്രിട്ടീഷ് റൈറ്റർ സോഫി ഹന്നയുടെ സ്റ്റോറിയാണ്. സോഫി ഹന്ന ഫേമസ് ആയ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ റൈറ്ററാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഐ ഹാഡ് ലാൻഡ്, മണി. എനിക്ക് ഭൂമി ഉണ്ടായിരുന്നു, പണവും ഉണ്ടായിരുന്നു. ഫോർ ഈച്ച് റിജക്റ്റഡ് നോവൽ ഐ ബിൽട്ട് വൺ ഹൗസ്. ഞാൻ നോവൽ എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ അത് റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ ഓരോ വീട് പണിതു. ബെൻ ഹാഡ് ടു ഡ്രോൺ ബിക്കോസ് ഹീ ബോട്ട് പ്ലോട്ട് 15. ബെൻ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. കാരണം 15ാമത്തെ പ്ലോട്ട് അല്ലെങ്കിൽ 15ാമത്തെ വീടാണ് അവൻ വാങ്ങിയത്. മൈ 15th ബുക്ക് ദ വിക്ടിം ഡ്രോൺഡ്. എൻ്റെ 15ാമത്തെ ബുക്കിലോ അതിലെ കഥാപാത്രവും മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ ഓരോ ബുക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്തും അവർ ഓരോ വീട് പണിയുന്നു. 15ാമത്തെ വീട് വാങ്ങിയിട്ടുള്ള ബെൻ മുങ്ങി മരിക്കുന്നു. 15ാമത്തെ ഈ ബുക്കിനകത്തുള്ള കഥയിലും അതിലെ കഥാപാത്രം മുങ്ങി മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, ഒരു ഫാൻറ്റസി, അതായത് ഈ ഫിക്ഷനിലുള്ള കാര്യം, ബുക്കിലുള്ള കാര്യം റിയൽ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു ഫാൻറ്റസി അവിടെ നടക്കുന്നു. അതല്ലെങ്കിൽ ഈ നരേറ്റർ ഒരു സൈക്കോപാത്തിക് ത്രില്ലറാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ഈ ബുക്ക് റിജക്റ്റ് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ അവർ ആ വീട് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ആ ബുക്കിലുള്ളതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു സൈക്കോപാത്തിക് കില്ലറാണ് ഈ നരേറ്റർ എന്നുള്ള രണ്ട് അർത്ഥങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർപ്രിറ്റേഷൻ. ദ നരേറ്റീവ് പ്രസൻസ് ചില്ലിംഗ് സിനാരിയോ വേർ ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി ബ്ലെൻഡ്. ഈ നരേറ്റീവിൽ നമ്മൾ കാണുന്നത് ഫിക്ഷനും റിയാലിറ്റിയും കൂടിച്ചേരുന്ന ഒരു സാഹചര്യമാണ്, ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദ നരേറ്റർ ബിൽഡ്സ് എ ഹൗസ് ഫോർ ഈച്ച് റിജക്റ്റഡ് നോവൽ. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നോവൽ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും അവർ ഓരോ വീട് വയ്ക്കുന്നു. വെൻ ബെൻ ബൈസ് പ്ലോട്ട് 15 ഹി ഡ്രോൺസ് ലൈക്ക് ദ ക്യാരക്ടർ ഇൻ ദ 15th ബുക്ക്. 15ാമത്തെ വീട് ബെൻ വാങ്ങിയ സമയത്ത് ആ 15ാമത്തെ ബുക്കിലെ കഥാപാത്രത്തിനെ പോലെ ബെന്നും മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് മെറ്റാഫിക്ഷണൽ ആൻഡ് സെൽഫ് റിഫ്ലക്റ്റീവ് നരേറ്റീവ് സജസ്റ്റ് ബോത്ത് എ ഫാൻറ്റസി ആൻഡ് എ സൈക്കോപാത്ത്. ഈ ഒരു നരേറ്റീവ് മെറ്റാഫിക്ഷണലും സെൽഫ് റിഫ്ലക്റ്റീവുമാണ്. അതായത് നരേറ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ നമുക്കിവിടെ രണ്ട് മീനിങ് ആണ് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒന്നൊരു ഫാൻറ്റസിയാണ്, ഈ ബുക്കിലുള്ളതുപോലെ റിയൽ ലൈഫിൽ സംഭവിക്കുന്നുള്ളൊരു ഫാൻറ്റസി. മറ്റൊന്ന് ഈ നരേറ്റർ ഒരു സൈക്കോപാത്തിക് കില്ലറാണ് എന്നുള്ള ഒരു ത്രില്ലാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്നത് ഐറിഷ് റൈറ്റർ ആൻ എൻറൈറ്റിന്റെ സ്റ്റോറിയാണ്. ദി ഇന്റർനെറ്റ് എയ്റ്റ് മൈ നോവൽ ബട്ട് ദിസ് ഈസ് മച്ച് മോർ ഫൺ. ഇവിടെ നരേറ്റർ പറയുന്നത് ഇന്റർനെറ്റ് അവരുടെ നോവൽ ഭക്ഷിച്ചു എന്നാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ഇന്റർനെറ്റ് ഒക്കെ വന്ന സമയത്ത് ഇവിടെ ആരും വായനക്കാരൊന്നുമില്ല, അത് കാരണം കൊണ്ട് അവരുടെ എഴുത്തിനൊന്നും ഇപ്പോൾ വലിയ ആവശ്യക്കാരില്ല എന്നുള്ള അർത്ഥം നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, ഈ ഇന്റർനെറ്റും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്ത് അവർ റൈറ്റിംഗ് നിർത്തി അല്ലെങ്കിൽ റീഡിങ് നിർത്തി എന്നുള്ള അർത്ഥവും നമുക്ക് അവിടെ ലഭിക്കും. ബട്ട് ദിസ് ഈസ് മച്ച് മോർ ഫൺ. പക്ഷെ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് അവർ പറയുന്നു. കരിയർ ചേഞ്ച്, നോ ലുക്കിംഗ് ബാക്ക്. രണ്ട് ഹാഷ്ടാഗുകൾ അവർ കൊടുക്കുന്നുണ്ട്, കരിയർ ചേഞ്ച്, നോ ലുക്കിംഗ് ബാക്ക്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ അവർ അവിടെ എംബ്രേസ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കരിയറിലേക്ക് അവർ മാറിയിരിക്കുന്നു. അത് വളരെ രസകരമാണെന്നാണ് അവർ പറയുന്നത്. ഓ ബട്ട് വേൾഡ് സോ സൈലന്റ് നൗ, ഹേയ്. പക്ഷെ അടുത്തൊരു ഹാഷ്ടാഗിനകത്ത് ഇതിൻ്റെ ഒരു നിരാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. വേൾഡ് സോ സൈലന്റ് നൗ, ലോകം ഇപ്പോൾ വളരെ സൈലന്റ് ആണ്. ഹേയ് എന്ന് ആരെയും വിളിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദവും അവിടെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഈ ഇന്റർനെറ്റിന്റെ, ഈ ഡിജിറ്റൽ മീഡിയയുടെ, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ഈ ഹ്യൂമൻ കണക്ഷൻസ് ഡീപ്പ് അല്ല. അവിടെ ഒരു ഏലിയനേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത്. പഴയ പുസ്തകങ്ങളുടെ ആ ഒരു ഫീല് ഈ സോഷ്യൽ മീഡിയയ്ക്കോ ഡിജിറ്റൽ മീഡിയയ്ക്കോ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്
ഈ ഒരു നെറേറ്റീവിൽ നമ്മൾ കാണുന്നത്. ഇന്റർപ്രിട്ടേഷൻ. ദ നെറേറ്റീവ് ക്യാപ്ചേഴ്സ് ദ പാരഡോക്സ് ഓഫ് ദ ഡിജിറ്റൽ ഏജ് ഫോർ ക്രിയേറ്റേഴ്സ്. ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഈ ഡിജിറ്റൽ ഏജ് നൽകുന്ന പാരഡോക്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. The metaphor the internet ate my novel suggests both the narrator choosing an online career over writing and the loss of interest in reading. ഈ ഇന്റർനെറ്റ് ഏറ്റു മൈ നോവൽ എന്നുള്ളത് നമുക്ക് രണ്ട് അർത്ഥമാണ് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. ഒന്ന്, അവർ റൈറ്റിങ്ങിന് പകരം ഒരു ഓൺലൈൻ ജോബ് നേടി എന്നുള്ളതും, മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ വായനയ്ക്ക് ഒരു താല്പര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ ഹാഷ്ടാഗ്സ് ഇനീഷ്യലി സജസ്റ്റ് ഒപ്റ്റിമിസം. തുടക്കത്തിൽ അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഹാഷ്ടാഗുകളാണ് നമ്മൾ കാണുന്നത്. ബട്ട് മെലങ്കോളി ടോൺ ഓഫ് വേൾഡ് സോ സൈലന്റ് നൗ റിവീൽസ് നരേറ്റേഴ്സ് ഏലിയനേഷൻ. എന്നാൽ ഈ ഡിജിറ്റൽ മീഡിയക്കകത്ത്, സോഷ്യൽ മീഡിയക്കകത്ത്, ഇന്റർനെറ്റിന്റെ ലോകത്തിനകത്ത് ഒറ്റപ്പെടലാണ് ഉള്ളത് എന്ന ഒരു കാര്യമാണ് വേൾഡ് സോ സൈലന്റ് നൗ എന്നുള്ള ഹാഷ്ടാഗിൽ നമ്മൾ കാണുന്നത്. ദ അബ്രപ്റ്റ് ഹേ സിഗ്നൽസ് എ ലോങ്ങിങ് ഫോർ മീനിങ് കണക്ഷൻ ഇൻ ആൻ ഇൻക്രീസിംഗ്ലി ഇംപേഴ്സണൽ ഡിജിറ്റൽ വേൾഡ്. ഇതിന് അവസാനം ഹേയ് എന്നവർ പറയുന്നത് ആരെയോ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കണക്ഷൻ അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഡിജിറ്റൽ മീഡിയക്കകത്ത് അത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഇത്രയാണ് നമുക്ക് ഈ സ്റ്റോറീസിന്റെ ഇന്റർപ്രിട്ടേഷനും സമ്മറി ആയിട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നോട്ട്സിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.